നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. അഡ്വാൻസ്ഡ് ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിന് ശേഷം ഇന്ത്യൻ സൈന്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഭാരത് ഫോർജ് ഒരു പുതിയ ടോഡ് ഗൺ സിസ്റ്റം അവതരിപ്പിച്ചു എന്ന വാർത്ത പുറത്തുവരികയാണ്. ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സർക്കാരിന്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി പൊരുത്തപ്പെടുന്നതിനുമുള്ള ഭാരത് ഫോർജിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണിത്. കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസ് ലിമിറ്റഡിന്റെ CEO നീലേഷ് തുങ്കർ സ്ഥിരീകരിച്ചതുപോലെ ഭാരത് ഫോർജിന്റെ പുതിയ ഓഫർ വ്യത്യസ്തവും ഇസ്രായേലി ഡിസൈനുകളെ അടിസ്ഥാനമാക്കിയുള്ളതുമല്ല. നൂതന പീരങ്കി ശേഷികൾക്കായുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനാണ് ഈ സംവിധാനം ലക്ഷ്യമിടുന്നത്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നിവയുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത ATAGS 48 കിലോമീറ്ററിലധികം വിപുലീകൃത ശ്രേണിക്കും ഉയർന്ന വെടിവയ്പ്പിനും പേരുകേട്ട 155mm/52 കാലിബർ ടോഡ് പീരങ്കി സംവിധാനമാണ്. വിവിധ ഭൂപ്രദേശങ്ങളിൽ വിപുലമായ പരീക്ഷണങ്ങൾക്ക് ശേഷം വിന്യസിക്കാനുള്ള സന്നദ്ധത സൂചിപ്പിക്കുന്ന തരത്തിൽ ഈ സംവിധാനത്തിനായി ഭാരത് ഫോർജ് ഗണ്യമായ കരാറുകൾ നേടിയിട്ടുണ്ട്. പുതിയ ടോഡ് ഗൺ സിസ്റ്റത്തിന്റെ ഇൻട്രൊഡക്ഷൻ പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തതയ്ക്കുള്ള ഭാരത് ഫോർജിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു. അന്താരാഷ്ട്ര വിപണികളിൽ നിന്ന് ATAGS ഇതിനകം തന്നെ താൽപ്പര്യം നേടിയിട്ടുള്ളതിനാൽ തന്നെ കമ്പനി കയറ്റുമതി അവസരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. അതിൽ അർമേനിയയിലെ വിജയകരമായ വിന്യാസവും ഉൾപ്പെടുന്നു. ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിരോധ പരിഷ്കാരങ്ങളെക്കുറിച്ചും അവ ആഭ്യന്തര ഉൽപ്പാദനശേഷി എങ്ങനെ കൂടുതൽ വർദ്ധിപ്പിക്കും എന്നതിനെക്കുറിച്ചും തുങ്കർ തൻ്റെ ചർച്ചയിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. നിലവിലെ സൈനിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ മാത്രമല്ല, ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യയെ വിശ്വസനീയമായ ഒരു ബിന്ദുവായി സ്ഥാപിക്കുന്നതിലുമാണ് തന്ത്രപരമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ പീരങ്കി ശേഷി വർദ്ധിപ്പിക്കുന്നതിലെ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ വികസനം അടയാളപ്പെടുത്തുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ.